2 സെന്റ് സ്ഥലം വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ ലോകം കാണാനിറങ്ങണം എന്ന നഫീസുമ്മ. ഏത് നഫീസുമ്മ? 55-ാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോയി മഞ്ഞിൽ തിമിർത്താടി ഇൻസ്റ്റഗ്രാമിൽ വൈറലായ നഫീസുമ്മ. ഉമ്മ ഏതാ മൂഡ് എന്ന മകളുടെ ചോദ്യത്തിന് പൊളി മൂഡ് എന്ന ഉത്തരം പറഞ്ഞ നഫീസുമ്മയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കയറി അങ്ങ് കൊളുത്തി. യാത്ര പോകാൻ പ്രായമോ ജാതിയോ മതമോ ലിംഗപദവിയോ ഒന്നും ഒരു തടസ്സമേ അല്ലെന്ന് നഫീസുമ്മ തെളിയിച്ചു കാണിച്ചു. നമ്മളെല്ലാം ഏറെ സന്തോഷത്തോടെ കണ്ട് ആസ്വദിച്ച ചുരുക്കം 2 പേർക്കെങ്കിലും അയച്ചു കൊടുത്തിരിക്കാൻ സാധ്യതയുള്ള ആ വീഡിയോ കണ്ട അസ്വസ്ഥരായ ചിലരുമുണ്ട്. ഭർത്താവ് മരിച്ച വല്യുമ്മ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് സ്വലാത്തും ദിഖറും ചൊല്ലുന്നതിനു പകരം ഏതോ അന്യ സംസ്ഥാനത്തേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി എന്നാണ് മതപണ്ഡിതൻ എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാൾ പ്രസംഗിച്ചത്. 50 വയസ്സ് പിന്നിട്ട ഒരു സ്ത്രീ മഞ്ഞിൽ കളിക്കുന്നത് കാണുമ്പോഴേക്കും വ്രണപ്പെട്ടു പോകുന്ന മതപൗരോഹിത്യ ആൺബോധത്തെ സോഷ്യൽ മീഡിയ എടുത്തു കുടയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യാത്രയും കാഴ്ചയും അനുഭവങ്ങളും ഒക്കെ ആണുങ്ങൾക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ലെന്ന് പുതിയ തലമുറ ആവർത്തിച്ചു പറയുകയാണ്. റീലുകളിലൂടെ സ്റ്റാറ്റസുകളിലൂടെയൊക്കെ അവരത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നഫീസുമ്മയുടെ പൊളിമോഡിന് പിന്തുണയേറുന്നു. റീൽ കണ്ട് അസ്വസ്ഥരാകുന്നവരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ വീടിന്റെ മൂലയിൽ ഇരിക്കണമെന്നാണ്. കുളു, മണാലിയും കശ്മീരും ഊട്ടിയും ഒക്കെ അവർക്ക് വിലക്കപ്പെട്ട ഇടങ്ങളാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മിണ്ടാതെ കുത്തിയിരുന്നാൽ പോരെ എന്ന ഈ മനോഭാവത്തെയും പുതുതലമുറ കണക്കിന് നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 30കളുടെ തുടക്കത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട 3 മക്കളുള്ള സ്വന്തമായി വീട് പോലും ഇല്ലാതിരുന്ന ഒരു സ്ത്രീ വിശ്രമമില്ലാതെ ജോലി ചെയ്താണ് ചെറിയൊരു വീടുണ്ടാക്കിയത്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തുമാണ് 3 മക്കളെയും വളർത്തി വലുതാക്കിയത്, കുടുംബം നോക്കിയത്. ഒരു മനുഷ്യായുസിന്റെ വലിയൊരു കാലം വിയർപ്പൊഴുക്കി ജീവിച്ച നഫീസുമ്മ ഒടുവിൽ അവരുടെ 55-ാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു. സന്തോഷം കണ്ടെത്തുന്നു, റീല് ചെയ്യുന്നു. എന്തൊരു സന്തോഷമുള്ള കാഴ്ചയാണ്. 2 സെന്റ് സ്ഥലം വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ ലോകം കാണാൻ ഇറങ്ങണമെന്നാണ് നഫീസ പറയുന്നത്. യാത്രയ്ക്കപ്പുറം ഇതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനവും കൂടിയാണ്. സ്ത്രീ ആയതുകൊണ്ട് മാത്രം വേണ്ടെന്ന് വയ്ക്കേണ്ടി വന്ന ആഗ്രഹങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്ക് കൂടിയാണ്. മതത്തിന്റെയും കുടുംബത്തിന്റെയും പുരുഷ കേന്ദ്രീകൃതമായ സമൂഹ വ്യവസ്ഥയുടെയും എല്ലാം ഇരകളായി ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ത്യജിക്കാൻ വിധിക്കപ്പെട്ട ഒരു തലമുറയുടെ പ്രതിനിധി പുതിയ കാലത്തിനൊപ്പം ജീവിക്കുന്ന തന്റെ മകൾക്കൊപ്പം ചേർന്ന് തനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് അത്രമേൽ പ്രത്യാശയുള്ള കാഴ്ച കൂടിയാണ്. കാലം ഇനിയും ഉള്ളും. അപ്പോഴും മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് വിലക്ക് തീർക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കും. മനുഷ്യർ സന്തോഷിക്കുന്നതിൽ ദുഃഖിക്കുന്ന ഇത്തരം മതതിട്ടൂരങ്ങളെ പുതിയ കാലം പൊളിച്ചെടുക്കുന്നതിനേക്കാൾ സുന്ദരമായ മറ്റെന്ത് കാഴ്ചയുണ്ട്?